ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 16ാമത് റോസ്ഗാർ മേളയിൽ 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് നിയമന കത്ത് നൽകും. കേരളത്തിൽ പാലക്കാട് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്തെത്തും. രാഷ്ട്രത്തിന്റെ ബഹുമുഖ ആവശ്യങ്ങൾ നിറവേറ്റാൻ വിദ്യാർത്ഥികൾ സമർപ്പണത്തോടെ പ്രവർത്തിക്കണമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ശാസ്ത്രീയ ഇടപെടലിലൂടെ കാർഷിക രംഗത്ത് രാജ്യം ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നേറുകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഇന്ത്യക്കെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 387 റൺസിന് പുറത്ത്. വാർത്തകൾ വിശദമായി. റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിലായി പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമന ഉത്തരവ് വിതരണം ചെയ്യും. നിയമിതരായവരെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലായി 16ാമത് റോസ്ഗാർ മേള നടക്കും. കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലുമാണ് നിയമനങ്ങൾ നടക്കുന്നത്. രാജ്യത്തുടനീളമുള്ള റോസ്ഗാർ മേളകൾ വഴി ഇതുവരെ 10 ലക്ഷത്തിലധികം റിക്രൂട്ട്മെന്റ് കത്തുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. റോസ്ഗാർ മേളയുടെ ഭാഗമായി നാളെ രാവിലെ പാലക്കാട് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. വിവിധ മന്ത്രാലയങ്ങളിലേക്ക് പുതുതായി നിയമിതരായവർക്ക് അദ്ദേഹം നിയമന കത്തുകൾ കൈമാറും. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP നേതാവുമായ അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്തെത്തും. നാളെ രാവിലെ തിരുവനന്തപുരത്ത് BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. തുടർന്ന് പുത്തരിക്കണ്ട മൈതാനത്ത് നടക്കുന്ന BJP വാർഡ് തല നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യും. BJP സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് കണ്ണൂരിലേക്ക് തിരിക്കുന്ന ആഭ്യന്തരമന്ത്രി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഡൽഹിയിലേക്ക് മടങ്ങും. അപൂർവ ധാതുക്കൾ, നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നിവയുൾപ്പെടെയുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് നൂതന സാങ്കേതിക വിദ്യകൾ കണ്ടെത്തി 2047ഓടെ രാജ്യത്തെ വികസിത രാജ്യമാക്കി മാറ്റാൻ വിദ്യാർത്ഥികളോടും യുവാക്കളോടും ആഹ്വാനം ചെയ്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. IIT മദ്രാസിന്റെ 62ാമത് ബിരുദദാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസം, കർമ്മശേഷി, സാങ്കേതികവിദ്യ എന്നിവയിൽ നൈപുണ്യമുള്ള ഇന്ത്യൻ യുവതയ്ക്ക് രാജ്യത്തിന്റെ വളർച്ചയിൽ അടുത്ത 22 വർഷത്തിനുള്ളിൽ നിർണായക സംഭാവന നൽകാൻ കഴിയുമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. Make it a proud country, a major power in military terms, in economic terms, in science and technology, and everything and every area of the human activity. If you can manage your time, you can manage your energy, and you can manage your mind and spirit, you can achieve it. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ വിജയിച്ചതെന്നും അതിലൂടെ 28 മിനിറ്റിനുള്ളിൽ പാകിസ്ഥാനിലെ 10ഓളം ഭീകര കേന്ദ്രങ്ങൾ തകർത്തുവെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം ബ്രഹ്മോസ്, സംയോജിത എയർ കമാൻഡ് സിസ്റ്റംസ്, റഡാറുകൾ തുടങ്ങിയ അത്യാധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ഓൾ സെയിൻസ് കോളേജിൽ സംഘടിപ്പിക്കുന്ന ശുചിത്വ വാരാചരണം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതും പരിസ്ഥിതിയുടെ സംരക്ഷണവും നമ്മുടെ ഉത്തരവാദിത്തമായി കാണണമെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ശുചിത്വത്തിൽ മികച്ച മാതൃകയായിരിക്കുകയാണ് നമ്മുടെ ഗ്രാമങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോളേജ് പരിസരത്ത് അദ്ദേഹം വൃക്ഷത്തൈ നട്ടു. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസിൽ യോഗം ചേർന്നു. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് സാധ്യമാക്കുന്ന 2024 ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായിരുന്നു യോഗം. യോഗത്തിൽ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖെഹാറും ജസ്റ്റിസ് DY ചന്ദ്രചൂഡും രാജ്യത്ത് ഒരേ സമയം തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ അവതരണം നടത്തി. BJP MP അനുരാഗ് ഠാക്കൂർ, കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി, സമാജ്വാദി പാർട്ടി MP ധർമ്മേന്ദ്ര യാദവ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പരുത്തി കൃഷിയിലെ പ്രശ്നങ്ങൾ, സസ്യങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ, നെയ്ത്തുകാരുടെയും കാർഷിക വ്യവസായത്തിന്റെയും പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാൻ സർക്കാർ മാർഗം കണ്ടെത്തുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കോയമ്പത്തൂരിലെ ICAR ഗവേഷണ കേന്ദ്രം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സർക്കാർ ശ്രദ്ധാലുവാണെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്ത് റെയർ എർത്ത് കാന്തങ്ങളുടെ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1345 കോടി രൂപയുടെ സബ്സിഡി പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ.
ഇത് സംബന്ധിച്ച് അന്തർ മന്ത്രാലയതല കൂടിയാലോചനകൾ നടന്നുവരികയാണെന്ന് ഖനവ്യവസായ മന്ത്രാലയ സെക്രട്ടറി കമ്രാൻ റിസ്വി പറഞ്ഞു. അപൂർവ എർത്ത് ഓക്സൈഡുകളെ കാന്തങ്ങളാക്കി മാറ്റുന്നതിന് പദ്ധതി പൂർണ്ണ പിന്തുണ നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. റെയർ എർത്ത് കാന്തങ്ങളുടെ കയറ്റുമതിയിൽ ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ആഗോള വിതരണ ശൃംഖലയെയും ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളെയും ബാധിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ പദ്ധതി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യക്കെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 387 റൺസിന് പുറത്ത്. സെഞ്ചുറി നേടിയ ജോ റൂട്ടിന്റെയും അർദ്ധ സെഞ്ചുറി നേടിയ ജാമി സ്മിത്ത്, ബ്രൈഡൻ കാർസ് എന്നിവരുടെയും ഇന്നിംഗ്സുകളാണ് ഇംഗ്ലണ്ടിനെ മികച്ച സ്കോറിലെത്തിച്ചത്. 5 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇരു ടീമുകളും 1-1 സമനിലയിലാണ്. മലേഷ്യൻ തലസ്ഥാനമായ ക്വാലാലംപൂരിൽ 15ാമത് കിഴക്കൻ ഏഷ്യ ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന വിദേശകാര്യമന്ത്രിമാരുടെ യോഗം രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം അവലോകനം ചെയ്യുകയും അതിന്റെ ഭാവി ചർച്ച ചെയ്യുകയും ചെയ്തു. പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും നേതാക്കൾ പങ്കുവച്ചു. 58ാമത് ആസിയാൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെയും അനുബന്ധ പരിപാടികളുടെയും ഭാഗമായി നടന്ന വിവിധ ഉന്നതതല യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പാബിത്ര മാർഗരറ്റയും ക്വാലാലംപൂരിൽ എത്തിയിട്ടുണ്ട്. ശാസ്ത്രീയ ഇടപെടലിലൂടെ കാർഷിക രംഗത്ത് രാജ്യം ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നേറുകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. തിരുവനന്തപുരത്തെ ശ്രീകാര്യത്ത് കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിന്റെ 62ാം സ്ഥാപക ദിനാഘോഷം ഗവർണർ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ലബോറട്ടറികളിൽ നടക്കുന്ന എല്ലാ ശാസ്ത്രീയ പരീക്ഷണങ്ങളും ആത്യന്തികമായി രാജ്യത്തെ ജനങ്ങൾക്കും കർഷകർക്കും ഗുണപ്പെടണമെന്ന് അദ്ദേഹം പറഞ്ഞു. And natural farming is a concept where you need not use pesticides, which are also not being used here. If you use chemical fertilizers in your field for the crops, that directly affects the standard and quality of your soil. So we have to be very careful, because chemical fertilizers are just for increasing the crop for few years. സുഗമമായ ടോൾ പിരിവ് ഉറപ്പാക്കുന്നതിനായി ലൂസ് ഫാസ്ടാഗുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നതിനുമുള്ള പ്രക്രിയ ശക്തിപ്പെടുത്തി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ടാഗ് ഇൻ ഹാൻഡ് എന്നറിയപ്പെടുന്ന ലൂസ് ഫാസ്ടാഗുകൾ ഇലക്ട്രോണിക് ടോൾ പിരിവിന്റെ കാര്യക്ഷമതയ്ക്ക് വെല്ലുവിളി ഉയർത്തുമെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. വാഹനങ്ങളിൽ പതിക്കാതെ കയ്യിൽ കരുതുന്ന അത്തരം ഫാസ്ടാഗുകൾ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ ടോൾ പിരിവ് ഏജൻസികൾക്കുൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലെ ഇന്ദിര പോയിന്റിൽ നിന്ന് ഏകദേശം 52 നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്ക് കുടുങ്ങിയ US കപ്പൽ സീ ഏഞ്ചലിന് ഇന്ത്യൻ തീരസംരക്ഷണ സേന രക്ഷകരായി. 2 ജീവനക്കാരുമായി സഞ്ചരിച്ചിരുന്ന കപ്പലിൽ പ്രൊപ്പല്ലർ കുടുങ്ങിയതും കപ്പൽ പായ് കേടായതും പ്രവർത്തനം നിലയ്ക്കാൻ കാരണമായി. കപ്പലിനെയും ജീവനക്കാരെയും ക്യാമ്പൽ ബേ ഹാർബറിലേക്ക് കൊണ്ടുപോയി. ഗുജറാത്തിലെ വഡോദരയിൽ മുജ്പൂർ ഗംഭീര പാലം തകർന്നുണ്ടായ അപകടത്തെക്കുറിച്ച് സർക്കാർ ഉന്നതതല അന്വേഷണം നടത്തുകയാണെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി ഋഷികേശ് പട്ടേൽ. പാലത്തിലെ കൂട്ടിയോജിപ്പിക്കൽ നടന്ന സ്ഥലങ്ങളിലെ ഇടിവാണ് തകർച്ചയ്ക്ക് കാരണമായതെന്ന് അന്വേഷണ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നതായി സ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു. 30 ദിവസത്തിനുള്ളിൽ സമിതി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ജമ്മു കശ്മീരിലെ ജമ്മു, ദോഡ, ഹന്ദ്വാര എന്നിവിടങ്ങളിൽ സംസ്ഥാന അന്വേഷണ ഏജൻസി നടത്തിയ തെരച്ചിലിൽ ക്രിപ്റ്റോ കറൻസി മാർഗം ഉൾപ്പെടെ അതിർത്തി കടന്ന് പണമിടപാട് നടത്തുന്ന ശൃംഖലകൾ കണ്ടെത്തി. യുവാക്കളെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തികളെ കണ്ടെത്താൻ ലക്ഷ്യമിട്ടാണ് ഓപ്പറേഷൻ നടത്തിയത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സുപ്രധാന തെളിവുകളും തെരച്ചിലിൽ ലഭ്യമായി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കേരള ലക്ഷദ്വീപ് മേഖലയിൽ സർക്കാരിന്റെ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി ഏജൻസികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 28 ഉച്ചയ്ക്ക് 1 മണിവരെ. കൂടുതൽ വിവരങ്ങൾക്ക് www.cbcindia.gov.in ലഭ്യമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 16ാമത് റോസ്ഗാർ മേളയിൽ 51,000-ലധികം യുവജനങ്ങൾക്ക് നിയമന കത്ത് നൽകും. കേരളത്തിൽ പാലക്കാട് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്തെത്തും. രാഷ്ട്രത്തിന്റെ ബഹുമുഖ ആവശ്യങ്ങൾ നിറവേറ്റാൻ വിദ്യാർത്ഥികൾ സമർപ്പണത്തോടെ പ്രവർത്തിക്കണമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ.
ശാസ്ത്രീയ ഇടപെടലിലൂടെ കാർഷിക രംഗത്ത് രാജ്യം ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നേറുകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഇന്ത്യയ്ക്കെതിരായ 3-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1-ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 387 റൺസിന് പുറത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.